ഹായ്, ഞാനിന്നൊരു സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു രാവിലെ. അപ്പം കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട്, ഇടയ്ക്കൊക്കെ മുമ്പ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ കുറേ നാളായി. അപ്പോൾ മോൻ പറഞ്ഞു സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം, എപ്പോഴും ദോശയും ഇതൊക്കെയല്ലേ കഴിക്കുന്നേ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കാണിക്കാമെന്നും വെച്ചു. എല്ലാം അറിയാമായിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് കാണിക്കാമെന്ന് വെച്ചു. സേമിയ ഉപ്പുമാവ് എങ്ങനെയാണെന്ന് ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. 2-3 ഇതിൽ ഉണ്ടാക്കും. സിമ്പിളായിട്ടും ഉണ്ടാക്കും, പിന്നെ ക്യാരറ്റിൽ ഉണ്ടാക്കും. അതൊരു ദിവസം ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. ക്യാരറ്റും സേമിയയും വെച്ച്. ഓക്കെ, അപ്പം ഇതാണ് ഇത്രയും സേമിയ എടുത്ത് ഒടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ഒടിച്ചെടുക്കുക. എത്ര അളവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് തട്ടി കൊടുക്കാം. നമുക്ക് ആദ്യം ഇത് കുറച്ച് വറുക്കണം. എന്നുവെച്ചാൽ ഒരു കളറൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. ഞാനിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ. 9 മണിയായി എഴുന്നേറ്റപ്പോഴത്തേക്കാണ്. ലേറ്റായിട്ടല്ലേ കിടക്കുന്നതൊക്കെ. നേരത്തെ കിടന്നാലും ഉറക്കം വരില്ല. ലേറ്റായിട്ടാണ് അങ്ങനെ ശീലിച്ചു പോയത്. എന്നാലും നേരത്തെ എപ്പോഴും ഉറങ്ങണമെന്ന് വിചാരിക്കും, പക്ഷേ ഉറങ്ങാൻ പറ്റില്ല. വെറുതെ ഇങ്ങനെ ഒന്നിൽ മെസ്സേജ് കേട്ടിട്ട് ഇങ്ങനെ കിടക്കും. റീന ഫ്രാൻസിസിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, ജെറുസലേമിൽ നിന്ന്. അപ്പോൾ മിക്ക സമയങ്ങളിൽ അവളുടെ മെസ്സേജാണ് രാത്രി പകലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കുന്നത്. വചനം അവൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് കേൾക്കും. ഇല്ലെങ്കിൽ ബൈബിൾ വായിക്കും. ഷോപ്പിലിരിക്കുമ്പോഴൊക്കെ ബൈബിൾ വായിക്കും, മെസ്സേജും കേൾക്കും. മനസ്സിലായോ? ഇങ്ങനെ ഇരുന്നാൽ കാണില്ല എനിക്ക്. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇത് കളറൊന്ന് ചേഞ്ച് ആവണം. ഒരു ബ്രൗൺ, ഒരുപാട് ബ്രൗൺ അല്ല, ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റണം. ഓക്കെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരത്തെ ചായ കുടിക്കൊക്കെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും വെച്ചിരുന്നു. അപ്പോൾ വൈകിട്ട് പ്രത്യേകിച്ച് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ ഇതുണ്ടെങ്കിൽ. ഞാനങ്ങനെയാണ്. ഒരു കുഞ്ഞിൽ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇത് വച്ചിരിക്കും. ഇവർക്ക് വലിയ ഇഷ്ടമാണ്. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി സേമിയയിൽ എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ. ഞാൻ ചിലവർക്ക് മുമ്പൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അറിഞ്ഞൂടാത്തവർ കാണുമല്ലോ ഉണ്ടാക്കാൻ. കുറേ പേർക്ക് അറിയാം. ഒരു 5 മിനിറ്റ് പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അപ്പം ആയിട്ടുണ്ട്. എന്താ ഇതിൽ ഈ അളവിന് എടുക്കണം നമ്മൾ. ഈ ചട്ടി വെച്ചാൽ ചിലപ്പോൾ ചൂടായിപ്പോവും. മാറ്റട്ടെ കേട്ടോ. എന്നിട്ട് ആ ചട്ടി തന്നെ നമുക്ക് എന്താ ഇങ്ങനെ ഈ അളവിന് എടുക്കണം, ഈ കളറിൽ. ഓക്കെ, നമുക്കിനി എണ്ണ ഒഴിക്കാവേ. കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇത് 3 വറ്റൽ മുളക്. എന്നെ കാണുന്നില്ലല്ലേ. ഇത് 3 വറ്റൽ മുളക്, കുറച്ച് കരിവേപ്പില, കുറച്ച് കടുക്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഒരു 1/2 സ്പൂണ് കടുക്,
മുളക് നമുക്ക് രണ്ടാക്കി മുറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, കടുക് പൊട്ടുന്നുണ്ട്. കരിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്, നിങ്ങളുടെ ഇഷ്ടത്തിന്. കരിവേപ്പില എടുക്കുക. കടുക് പൊട്ടി മുളകൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം. രണ്ട് ജഗ് വെള്ളം ഒഴിക്കാം. ഓക്കെ, കുറച്ച് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം മതിയെ നോക്കട്ടെ. മതി. ഉപ്പ് ഉണ്ടോ നോക്കട്ടെ. കറക്റ്റാ. ഇനി നമുക്ക് അതൊന്ന് തിളക്കട്ടെ കേട്ടോ. നമുക്ക് അടച്ചിടാം. വെള്ളം തിളക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളം തിളച്ചു. നമുക്കിത് സേമിയ ഇട്ട് കൊടുക്കാം. ഓക്കെ, സേമിയ ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ പതുക്കെ കിടന്ന് ഒരു 10 മിനിറ്റ് കുക്കാവണം. നമുക്കൊന്ന് ശകലം തീ ഉറച്ച് കൊടുക്കാം. അതിൽ കിടന്ന് ഒന്ന് ആയിക്കോളും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എന്നാ ഉണ്ട് വിശേഷം? എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? ലൈക്ക് ചെയ്യാറുണ്ടോ? ഷെയർ ചെയ്യാറുണ്ടോ? ഫുള്ളും കേൾക്കാറൊക്കെ ഉണ്ടോ നിങ്ങൾ? ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി പേര് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്നതിൽ വലിയ സന്തോഷമാണ്. കാരണം എൻ്റെ ജീവിതാനുഭവമല്ലേ. പിന്നെ എൻ്റെ യേശുവായുടെ കാര്യം അതെനിക്ക് ഈ ഒരു അവസരത്തിൽ കൂടെ പറയാൻ എൻ്റെ ആബ എനിക്ക് ഒരു സമയം തന്നതിനും അതിനൊരു അവസരം ഒരുക്കി തന്നതിന് എൻ്റെ ആബയ്ക്ക് ഒരു കോടി നന്ദി പറയുവാണ് ഞാൻ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് എന്തോ പറഞ്ഞു നിർത്തി. ഈ ശബത്തിനെ കുറിച്ചായിരുന്നു, ഈ വിഗ്രഹത്തിൻ്റെ കാര്യങ്ങളല്ലേ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമ്മൾ വിഗ്രഹ ആരാധന പാടില്ല എന്ന് യേശു ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളത് അനുസരിക്കുക. എല്ലാവർക്കും അറിയാം, അത് ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും അറിയാം, ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കും അറിയാം. എന്നിട്ട് അത് തന്നെ അവർ പ്രവർത്തിക്കുവാണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനത് വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തിരുത്തി. യേശു എന്ത് പറയുന്നത് നമ്മൾ അനുസരിക്കുക. മനസ്സിലായ? അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ യേശു അതിൽ കൊടുത്തിട്ടുണ്ട്. പഠിക്കാനും വായിച്ചറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ. അതൊക്കെ യഥാർത്ഥത്തിൽ പാലിക്കുന്നവർ ഇസ്രായേലുള്ള മക്കളാണ്. അവരാ പാലിക്കുന്നത് എല്ലാം. 10 കൽപ്പന മൊത്തം ഒന്നുപോലും വിടാതെ പാലിക്കുന്ന ആൾക്കാരവരാണ്. മനസ്സിലായോ? അപ്പം നമ്മളും അതിനൊക്കെ ശ്രമിക്കണം. ഞാനങ്ങനെ കുറേശ്ശെ അങ്ങനെ അതിലോട്ടായി വരുവാണ്.
കുറേശ്ശെ ചേഞ്ച് ചെയ്ത് ഞാൻ ഈ ബൈബിള് എന്ന് പഠിച്ച് മനസ്സിലാക്കി തുടങ്ങിയോ എൻ്റെ എൻ്റെ കണ്ണും മനസ്സും തുറന്ന് അതിൽ കൂടെയാണ് സത്യം തിരിച്ചറിഞ്ഞത്. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല ഞാനിതിൽ ഇങ്ങനെ ആയതും പിന്നെ ഇതിലോട്ട് മനസ്സിലാക്കിയതും. എൻ്റെ യേശു എന്നെ പഠിപ്പിച്ചു, നേർവഴി അതിൽ കൂടെ കാണിച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ മാറിയത്. അപ്പം ഞാനിപ്പം ശബത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ശബത്ത് എന്താണെന്ന്. അതായത് ശബത്ത് എന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ ജെറുസലേമിൽ അവിടുത്തെ ദിവസത്തിനാണ്. നമ്മളിവിടെ ശനിയാഴ്ച എന്നല്ലേ പറയുന്നത്, ആ ദിവസത്തിന്. അവിടെ ആ ദിവസത്തിന് ശനിയാഴ്ച അത് ശബത്തെന്നാണ് പറയുന്നത്. ആ അന്നാണ് യേശുവ എല്ലാം സൃഷ്ടിച്ചിട്ട് യേശുവ അനുഗ്രഹിക്കുന്നത്. എന്നിട്ട് പറയും, ഇത് എന്നും എക്കാലവും ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ആചരിക്കുകയും എന്ന് പറയും. അതാണ് നമുക്ക് യേശുവ തന്ന മുദ്ര ഇതേ ജീവിതത്തിൽ. അതാണ് നമ്മൾ പാലിക്കേണ്ടത് മരിക്കുന്നത് വരെ. പക്ഷെ അതാരും ചെയ്യുന്നില്ല. ഇന്ന് മനുഷ്യരുടെ ഇഷ്ടത്തിന് ഇന്ന് പള്ളികളിൽ പ്രവർത്തിക്കുന്നു, മറ്റുള്ളിടത്തെല്ലാം പ്രവർത്തിക്കുന്നു മനുഷ്യരുടെ ഇഷ്ടത്തിന്. പുണ്യാളന്മാരുടെ പെരുന്നാൾ നടത്തുന്നു, മാതാവിൻ്റെ പെരുന്നാൾ നടത്തുന്നു. ഇതൊക്കെ എന്തിനാണ്? ആ സമയം ഉണ്ടെങ്കിൽ യേശുവായിക്ക് ആ ഒരു പിന്നെ ആരാധന കൊടുക്ക്. യേശുവായിക്കല്ലേ അതിന് അർഹത, അപ്പനല്ലേ അതിന് അർഹത. അവർക്കാണ് അർഹത കൊടുക്കേണ്ടത് ആരാധന. ചുമ്മാ ആരുടെ നാവിൽ വന്നാലും മാതാവ്, പുണ്യാളന്മാർ, ആര് യേശുവായിൻ്റെ കാര്യം പറയുന്നത് ഞാൻ കേൾക്കുന്നത്. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. എൻ്റെ ഇതെല്ലാം മനുഷ്യനെ ഓരോ ദിവസം ഈ പറയുന്ന മനുഷ്യരെയൊക്കെ വഴി നടത്തുന്ന അവരുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന എൻ്റെ ആബയാണ്. എന്നിട്ട് എൻ്റെ ആബേനെ മനസ്സിലാക്കുന്നില്ല. ഈ പുണ്യാളന്മാർ വിഗ്രഹത്തിലിരിക്കുന്ന അവർക്കൊന്നും ജീവനില്ല. അവരുടെ അടുത്ത് പോയി വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു, വീഡിയോസിൽ കുറച്ച് വ്യക്തമാക്കി പറഞ്ഞു തന്നു, കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലൊക്കെ പിന്നെ ആ വിഗ്രഹമുണ്ട്, പക്ഷെ അതിനൊന്നും ജീവനില്ല. അതിൻ്റെ അടുത്ത് നമ്മൾ പോയി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അതൊന്നും സാധിച്ചു തരാൻ പറ്റത്തില്ല. അത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ യേശുവായുണ്ട്, ജീവനോടെ ഇരിക്കുന്ന ഇന്ന്. ആ യേശുവായാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്, പറയുന്നത്. അല്ലാതെ പുണ്യാളന്മാരും മാതാവും ഒന്നുമല്ല. ഓക്കെ, ഇനിയെങ്കിലും നമ്മൾ ബുദ്ധി കൊണ്ട് ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതെനിക്ക് മനസ്സിലായത് ബൈബിൾ വായിക്കുമ്പോഴത്തേക്ക് ആ വിഗ്രഹത്തിൻ്റെ ഇത് ഞാൻ വായിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് എൻ്റെ യേശു അതിനെക്കുറിച്ച് കുറേ ആഴത്തിലോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഇത് കേൾക്കുന്നത് ജീവനുള്ള ആബയാണ് നമ്മുടെ പ്രാർത്ഥന. അതിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആബ ഇത് സ്വർഗത്തിലിരുന്ന് കാണുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ മക്കൾക്കത് ചെയ്തു കൊടുക്കണം, എൻ്റെ മക്കളുടെ വിഷമം മാറ്റണം. ഇപ്പം നമ്മുടെ അച്ഛൻ, നമ്മുടെ മക്കൾ, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ കണ്ണ് നനയാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അവരെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനേ അച്ഛനമ്മമാരെ ആഗ്രഹിക്കത്തുള്ളൂ മക്കൾ. അപ്പോൾ ആ മക്കൾക്ക് ദോഷം വരുന്ന ഒന്നും അച്ഛന്മാർ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. എന്ന് പറഞ്ഞതുപോലെയാണ് സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ ആബ, യേശുവ. ഞാൻ ആബ എന്നാണ് വിളിക്കുന്നത്, യേശുവ എന്ന് വിളിക്കും, അപ്പ എന്ന് വിളിക്കും. സ്നേഹം കൊണ്ട് പിന്നെ അപ്പായ പിന്നെ ചക്കരയെ എന്നൊക്കെ വിളിക്കും. ഇതുപോലെ റീനയും വിളിക്കാറുണ്ട്. മനസ്സിലായോ? യേശുവായിട്ട് അടുത്ത് നിൽക്കുന്നവർക്കാണ് അത്രയും സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇത് വിളിക്കാനും. എൻ്റെ ചക്കര, എൻ്റെ ആബ എന്ത് സുന്ദരനാ, അതൊക്കെ ഞാൻ വർണ്ണിക്കും, ഒക്കെ ചെയ്യും ഞാൻ. റീനയും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവൾ ഇതുപോലെ പറയാറുണ്ട്, ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ ഞങ്ങൾ 2 പേരും ദൈവം ചേരേണ്ടടുത്ത് എന്നെ ചേർത്തു. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. റീനയ്ക്ക് അറിയാവുന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ റീനേനെ മനസ്സിലാക്കിയത്, എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് റീനേൻ്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ റീന ഓരോന്നും പറയുന്ന കേട്ടപ്പോഴത്തേക്ക് ഇത് എനിക്ക് ഞാൻ ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെയാണ് റീനയും പറയുന്നത്. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ടായി. ഇന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ആബയ്ക്ക് ഗുഡ് മോർണിംഗ് പറയാം. എഴുന്നേറ്റ ഉടനെ നമുക്കൊരു ദിവസം തരുന്നതിന്, ഒരു ആയുസ് കൂടെ നീട്ടിത്തരുന്നതിന് ആബയ്ക്ക് നമ്മൾ നന്ദി പറയണം. ഓക്കെ, നന്ദി പറഞ്ഞ് വേണം നമ്മൾ ഓരോ ദിവസം പോകേണ്ടത്. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. യേശു തന്നെ പറയുന്നുണ്ട്, നാളത്തേക്ക് നിങ്ങളൊന്നും ചിന്തിക്കരുത്, നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. യേശു നമുക്കൊരു ജീവൻ തന്നു, ഒരു സുപ്രഭാതം കണ്ടാൽ കണ്ടു, അത്രയേ ഉള്ളൂ. നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമുക്കറിയില്ല.
മനസ്സിലായോ? അപ്പോൾ ഓരോ ദിവസം നമ്മളെ യേശുവ വഴി നടത്തി നടത്തി നമ്മളെ കൊണ്ടുപോകണം. അതിനൊക്കെ ആബായെ നമ്മൾ നന്ദി പറയണം, സ്തുതിക്കണം, ആരാധിക്കണം. ഈ ആരാധന മുഴുവനും കൊടുക്കേണ്ട എൻ്റെ ആബയ്ക്കാണ്. യേശുവായിൻ്റെ മുന്നിൽ വേണം നമ്മുടെ ശിരസ് നമസ്കരിക്കേണ്ടത്. യേശു ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ആരുടെയും മുന്നിൽ നമ്മൾ എത്ര വലിയ ആളിൻ്റെ മുന്നിൽ നമ്മുടെ തല കുനിയാൻ പാടില്ല. പക്ഷെ നമ്മുടെ തല കുനിയേണ്ടത് യേശുവായിൻ്റെ മുന്നിൽ മാത്രമായിരിക്കണം നമസ്കരിക്കേണ്ടത്. പക്ഷെ പള്ളികളിൽ പോയിട്ട് വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നമസ്കരിക്കുക, അവരുടെ മുന്നിലൊന്നും നമ്മളത് ചെയ്യാൻ പാടില്ല. 2 അക്ഷരത്തിൽ ബൈബിൾ എഴുതിയിട്ടുണ്ട്. അത് വായിക്കണം നന്നായിട്ട്. വായിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. വെറുതെ വായിച്ച് പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഓക്കെ, ഞാനതൊക്കെ വായിച്ചത് കൊണ്ടാണ് ഇത്രയും ക്ലിയറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന. വെള്ളം പറ്റിയിട്ടുണ്ട് കേട്ടോ. വേണ്ടേ കണ്ട, എന്നാ ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി. നമുക്കിതിനി തണുക്കണം. തണുത്താലേ നമുക്ക് നല്ല ഇതായിട്ട് വരത്തുള്ളൂ. അത്രയേ ഉള്ളൂ, എളുപ്പമാണ് നമുക്ക്. ഞാനിത് ഇന്നലെ രാത്രിയിൽ ഒടിച്ച് വെച്ചായിരുന്നു സേമിയ. അപ്പോൾ കുറച്ച് എളുപ്പമല്ലേ ജോലി. ഓക്കെ, കുറച്ച് എളുപ്പമായിരിക്കും. നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കുന്നതാണ് കൂടുതലും നല്ലത് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് നമുക്ക് അടിക്കൊന്നും പിടിക്കില്ല, നല്ല ഈസി ആയിട്ട് ഇളകി വരും. ഓഫ് ചെയ്യാവേ. കഴിഞ്ഞു, നമ്മുടെ സേമിയം കഴിഞ്ഞു, ഉപ്പുമാവ് കഴിഞ്ഞു. ഒരു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ വേറൊരു ഇതും കൂടെ ഇടും കേട്ടോ. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അതും കൂടെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് ആവശ്യമുള്ളവർക്ക് ഇടാം, ആവശ്യമില്ലാത്തവർക്ക് ഇങ്ങനെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്, എങ്ങനെ വേണമെങ്കിലും. ഇനി ഒരു ദിവസം ക്യാരറ്റ് സേമിയ വെച്ച് ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ, അപ്പം നമ്മൾ കഴിവതും ആബായെ സ്നേഹിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആബയായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? അപ്പം നമ്മൾ എന്തോരം ആബ സ്നേഹിക്കുവാണ് അല്ലേ? നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ആബ. അപ്പോൾ നമ്മൾ ആബേനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റുള്ള മനുഷ്യർ പറയുന്നതൊന്നും നമ്മളത് വിശ്വസിക്കാൻ പാടില്ല. അഥവാ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റീന ഫ്രാൻസിസ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ബൈബിളിൽ നോക്കണം. ഇവർ പറയുന്നത് ശരിയാണോ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുക. അങ്ങനെ പോകണം. ഇപ്പം ഞാൻ ബൈബിൾ വായിച്ചത് കൊണ്ട് എനിക്ക് റീന ഫ്രാൻസിസ് അവൾ പറയുന്ന എനിക്ക് വിശ്വസിക്കാം. കാരണം ഞാൻ വായിച്ചതൊക്കെ തന്നെയാണ് അവൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളെ ഫോളോ ചെയ്യുന്നത്. അവൾ കള്ളം പറയുന്നില്ല, കയ്യിൽ നിന്നിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഇതുപോലെ ഇപ്പം കുറച്ച് നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് ചേച്ചി നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, ഒതുങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് നടക്കാനൊരു കാലെടുത്ത് വെച്ച് നടക്കാനായിട്ടൊരു ഇതുണ്ട്, എനിക്ക് പറ്റുന്നുണ്ട്. മറ്റേതാകുമ്പോഴത്തേക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, വണ്ണം ഇതാകുമ്പോഴത്തേക്ക്. ഡോക്ടറും അത് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് സാധാരണ ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവരുടെയും പോലെ സാധാ ചെരുപ്പിട്ടൊന്നും നടക്കാൻ പറ്റില്ല. അത് മുട്ടിൻ്റെ അവിടം വരെയുള്ളൊരു ചെരുപ്പുണ്ട്, ഷൂ പോലത്തത്. പിന്നെ മുകളിലോട്ട് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് 2 കാലിനും ഉണ്ട്. കൂടുതലും ഈ ഇടത് സൈഡിനാണ് കംപ്ലൈൻറ്റ്, കൂടുതലും ഇടതേ കാലിനും ഇടത് സൈഡിനുമാണ്. പിന്നെ വലതേക്കാല് ഇതാണ് എങ്കിലും അതിൻ്റെ ഒരു ചെറിയ ബലത്തിലാണ് നടക്കുന്നത്. കൂടുതലും ബലം കൊടുക്കുന്നത് ഇടത് സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് ആ സൈഡാണ് കുറച്ച് പ്രോബ്ലം ഉള്ളത്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നല്ല ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓരോരുത്തർ ചെരുപ്പൊക്കെ ഇട്ട് ഭയങ്കര ആഗ്രഹമാണ് എനിക്കിപ്പോൾ ചെരുപ്പിട്ട് നടക്കണം. ഞാൻ ഇപ്പോഴും ആബയോട് പറയാം, ആബ എനിക്ക് ചെരുപ്പിട്ട് നടക്കണം ആബ എനിക്ക്. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വേദനയാണ് കേട്ടോ. ഇതും ഭയങ്കര വേദനയും മാത്രമല്ല, ഇത് ഭയങ്കര വിലയുമാണ്. ഇപ്പോൾ ഇതൊന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ ഇത്രയും പൈസയാവും.
അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരിയും ഇതുണ്ട്. അപ്പം അത് ഇട്ട് നടക്കുന്ന അതിനേക്കാളും ഇതാണ്, ബുദ്ധിമുട്ടാണ് ഭയങ്കര. അതിൻ്റെ വെയിറ്റും എൻ്റെ ഇതും കാല് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ വെയിറ്റും ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, അത് കെട്ടി ഇങ്ങനെ ബെൽറ്റൊക്കെ ഉണ്ട് ഈ കാലിൻ്റെ അവിടെ ഇങ്ങനെ സ്ട്രാപ്പിൽ, അതൊക്കെ വെച്ച് വലിച്ച് കെട്ടി ഇങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ ആ കാലിൻ്റെ അവിടെയാണെങ്കിൽ ബ്ലഡൊക്കെ ഇങ്ങനെ കെട്ടയെന്ന് വെച്ചാൽ ഇറുകിയിട്ട് ഭയങ്കര വേദനയായിരിക്കും ആ സമയത്ത് എനിക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പുറത്ത് പോകുമ്പോൾ നമുക്കത് ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ, സാധാ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഇട്ടിട്ട് പോകും. പിന്നെ ഇവിടെ നിന്ന് ഷോപ്പിൽ പോകും, വണ്ടിയിലിരിക്കും, അവിടെ ചെന്ന് ഇറങ്ങും, അപ്പോഴും ഞാൻ ചെരുപ്പ് അഴിച്ച് വയ്ക്കും. കാരണം എന്നാന്ന് വെച്ചാൽ ഒന്നും ഇടാതെ പോകാനും പറ്റില്ല. എന്തെങ്കിലും ഈ ഇടത്ത് കാലിന് 8 സർജറിയാണ് ചെയ്ത ഉപ്പൂറ്റിക്ക്. അവിടുത്തെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഉപ്പൂറ്റിയുടെ ഒരു ഉപ്പൂറ്റിയേ ഉള്ളൂ. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞത് ഈ കാല്, ഇടത് സൈഡുള്ള കാല് ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു അതുപോലെ നോക്കണമെന്ന് പറഞ്ഞു. സൂക്ഷിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൊള്ളാൻ പാടില്ല. അതിൽ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങാൻ പ്രയാസമാണ്. ഷുഗറൊന്നുമില്ല, ഷുഗർ കുറവാണ്, കൂടുതലുമില്ല. അപ്പം സാധാരണ എനിക്ക് കുറവാണ്, BP ആയാലും ഷുഗർ ആയിരുന്നാലും ഒക്കെ കുറവാണ്. അപ്പം ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു മുറിവ് ആ കാലിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊള്ളുകയോ എന്തെങ്കിലുമൊക്കെ തട്ടി മുറിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങാൻ പാടാം. അപ്പം സർജറി ചെയ്ത് പിന്നെ അത് ഉണക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം. കൊച്ചു കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു അതുപോലെ പരിപാലിക്കണമെന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ ഈ കാല് കൊണ്ട് അത് അതിനകത്തൊന്നുമില്ല, ആ ഉപ്പൂറ്റി പോയി അതിനകത്തൊന്നുമില്ല, ഒരു കാല് ഉണ്ടെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പക്ഷേ അത് എനിക്ക് മനസ്സിനൊരു അതായത് സന്തോഷം, ഒരു ധൈര്യം, അതെനിക്ക് കാല് ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇത്, മനസ്സിലായില്ലേ? അത് നമുക്ക് ജന്മന കിട്ടിയതല്ലല്ലോ. അതുകൊണ്ട് പൊരുത്തപ്പെട്ട് വരാൻ ഒരുപാട് സമയമെടുത്ത് മനസ്സൊന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട്. അപ്പം അങ്ങനെ കുറേ വർഷം ഇങ്ങനെ ജീവിച്ചു. 6 വർഷം കിടപ്പിലായിരുന്നു. എൻ്റെ വല്യമ്മയുടെ മോളാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അവളായിരുന്നു എനിക്ക് കൂട്ടുണ്ടായിരുന്നത്. എന്തിനും ഏതിനും എൻ്റെ കൂടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ അവളായിരുന്നു എൻ്റെ കൂടെ നിന്നിരുന്നത്. കുറേ കാലം അവൾ എൻ്റെ കൂടെ നിന്നായിരുന്നു. അവൾ വീട്ടിൽ പോവും, അവളുടെ അമ്മേനെയൊക്കെ കാണാൻ പോയിട്ട് അവൾ വൈകിട്ടാകുമ്പോൾ പോണ സമയത്ത് രാവിലെ പോകും, ഉച്ചയ്ക്ക് പോയിട്ട് വൈകിട്ട് ഓടിയെത്തും കേട്ടോ. അവൾ എന്ന് വെച്ചാൽ വർത്തമാനം പറയാനൊന്നും ആരും ഇല്ലല്ലോ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അവൾ ഓടിയെത്തും. പിന്നെ എവിടെ പോയാൽ അങ്ങനെ പോവും, ഒരിടത്തും പോകാൻ പറ്റില്ല. പക്ഷെ മാസത്തിൽ അന്ന് ആ സമയത്തൊക്കെ ആക്സിഡൻ്റായ സമയത്തൊക്കെ മാസത്തിൽ ആദ്യ ഇതിൽ പള്ളിയിൽ പോകുമായിരുന്നു. അതായത് വെട്ടുകാട് പള്ളിയിൽ. അന്ന് എനിക്കിതൊക്കെ ബൈബിള് വായിക്കുന്നതിന് മുന്നേ, യേശുവായിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പേയൊക്കെ ഞാൻ വെട്ടുകാട് മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച ഓട്ടോ പിടിച്ച് എവിടെ പോയാലും ഓട്ടോയിലാണ് പോകുന്നത്. ഇന്നും ആ ഓട്ടോയിൽ തന്നെയാണ്. എത്ര വർഷമായെന്നറിയോ? അവൾ ആ ഓട്ടോയിൽ പോവും, ഞാനും അവൾ പോകും. അപ്പോൾ അവളുടെ കൈ പിടിച്ചാണല്ലോ നടന്ന് പോകുന്നത്, തന്നെ പറ്റില്ലല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ 2 പേര് ഹെൽപ്പ് ചെയ്യണം. 2 സൈഡിൽ നിന്ന് പിടിച്ചാണ് നടക്കാൻ ശ്രമിച്ചത്. പിന്നെയായി ഒറ്റയ്ക്ക് മനസ്സിൽ തോന്നി, ഒറ്റയ്ക്ക് ഒരു സൈഡ് ഒരാളെ പിടിച്ച് നടക്കാം. അതാണ് വാക്കിംഗ് സ്റ്റിക്ക്, ഈ വീൽ ചെയറൊന്നും ഞാൻ ഉപയോഗിക്കാത്തത്. ഞാൻ മറ്റുള്ളവരോടും പറയുകയാണ്, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇതുപോലത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങളും ഇതുപോലെ അതിലോട്ടാകാൻ ശ്രമിക്കരുത്. എങ്കിലും നമ്മൾ അതിലോട്ടായിരുന്നു പോവും. നമുക്ക് എന്ത് പറ്റും ചെയ്യാൻ, അതാണ് എൻ്റെ ഇത്. നമുക്ക് എന്ത് പറ്റും ചെയ്യാൻ, നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതിൻ്റെ ആ മനസ്സും ആ ധൈര്യവും തരുന്നത് നമ്മുടെ യേശുവായാണ്, നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ പലതവണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കെ ഞാനിങ്ങനെ അടുക്കളയിലോട്ട് കുഞ്ഞായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ പോകാനായിട്ട് രാവിലെ നേരത്തെ എഴുന്നേക്കും, 5:30-6 മണിക്ക് എഴുന്നേക്കും. അവർക്ക് ചോറ് കൊടുത്തു വിടണം, കാപ്പി കൊടുത്തു വിടണം, അവരെ കഴിപ്പിക്കണം, അവരെ ഒരുക്കണം. ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പുള്ളിക്കാരൻ ജോലിക്ക് പോകും, അപ്പോൾ ഞാനിതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയായി. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, കറക്റ്റ് ടൈമിങ്ങിന് ഞാൻ അവരെ വിട്ടിരിക്കും.
എനിക്ക് തന്നെ അറിയില്ല ചില സമയത്തൊക്കെ ഞാൻ ഈ അടുക്കളയിലൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് എൻ്റെ കൈയൊക്കെ എൻ്റെ കൂടെ ഒരു ശക്തി നിന്നിട്ട് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് മുമ്പൊക്കെ. സത്യമാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇത്രയും ആയോ എന്നൊക്കെ ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഞാനിതുപോലെ ഇങ്ങനെ പലപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ ഓടി പിടിച്ച് ചവര് പിടിച്ച് നടന്നിങ്ങനെ വരും. വരുന്ന സമയത്ത് ചില സമയത്ത് തെന്നി വീഴാൻ പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ബാക്കിൽ നിന്ന് ആരോ നമ്മളെ ഇങ്ങനെ താങ്ങി പിടിക്കുന്നത് പോലെ ഒരു ഫീലിങ്. ഞാൻ വീഴില്ല, പക്ഷേ ഇങ്ങനെ പോകും, ചരിഞ്ഞോ അല്ലെങ്കിൽ ഇങ്ങനെ പോവും, ബാക്കിലോട്ട് പോവും. അപ്പോൾ പെട്ടെന്ന് ബാലൻസ് ചിലപ്പോൾ നടന്നു വരുമ്പോൾ നമ്മൾ ഒരു കല്ല് ചിലപ്പോൾ തട്ടും. അങ്ങനെ ബൈബിളിലുണ്ട്, നിൻ്റെ കാൽ പോലും നിൻ്റെ കല്ലിൽ തട്ടാൻ ഞാൻ അനുവദിക്കില്ല, നിന്നെ ഞാൻ അതുപോലെ എൻ്റെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കും എന്ന് പറഞ്ഞ് എൻ്റെ ആകയുടെ ഓരോ വാക്കുകളും തേൻ മൊഴിയുന്ന വാക്കുകളാണ് അതിനകത്തുള്ളത്, ബൈബിളിനകത്ത്. ആ വാക്കുകളാണ് ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അതൊക്കെ ഓർക്കും എൻ്റെ ജീവിതത്തിൽ. ആ ഒരു ശക്തിയാണ് എന്ന് വെച്ചാൽ ബൈബിളെന്ന് പറയുന്ന ജീവനാണത്. അതിന് ജീവനുണ്ട്, ഒറിജിനൽ ജീവൻ അതിനുണ്ട് ബൈബിളിൽ. നമ്മളത് നിസ്സാരമായിട്ട് കാണരുത്. ചില ആൾക്കാർ എല്ലാവരുടെ വീട്ടിലും ബൈബിളുണ്ട്, ചിലവരുടെ വീട്ടിൽ അതിൻ്റെ മഹത്വം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവർക്ക്. ഇനി ഞാൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർക്കണം, ആ ബൈബിൾ നിങ്ങൾ നിധി പോലെ സൂക്ഷിക്കണം, നിധി പോലെ. നമ്മുടെ വീട്ടിലെ പണം, സ്വർണം ഇതൊക്കെ നമ്മൾ എന്തോ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നു അല്ലേ, നല്ല ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ. പക്ഷെ അതിനേക്കാൾ വില മതിക്കാത്ത ഒരു നിധിയാണിത്. ഇസ്രായേലിലെ യഹൂദന്മാർ ആ തോറ, ബൈബിളിന് തോറ എന്നാണ് പറയുന്നത്, ഇതുപോലത്തെ അല്ല ബൈബിൾ. ആ തോറ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. ഖരൂബിനെയൊക്കെ രണ്ട് സൈഡും വെച്ച് ബൈബിളിലുണ്ട്. ഖരൂബിനെയൊക്കെ രണ്ട് സൈഡും വെച്ച് ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് യഹൂദന്മാർ ചെയ്യുന്നതൊക്കെ ഞാൻ എല്ലാം ഫോട്ടോസ് എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ അവരുടെ തോറയാണെങ്കിൽ ഇത്ര പൊക്കമുണ്ട് കേട്ടോ, ഇത്ര പൊക്കമുണ്ട്. അത് എന്നിട്ട് ഇങ്ങനെ തുറക്കും, രണ്ട് ഇതുണ്ട്, തുറന്നിട്ട് അതിനകത്താണ് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വയ്ക്കും. പണ്ട് കാലങ്ങളിൽ ഈ രാജാക്കന്മാർ ഈ എഴുത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചുരുട്ടി എടുക്കുന്നത്, അതുപോലത്തെ ഒരു മോഡലാണ്. പക്ഷെ അത് ഗോൾഡിൽ, സിൽവറിൽ, പല കളറിൽ അവർ എന്ത് ഡെക്കറേഷൻ ചെയ്താൽ അത് വച്ചിരിക്കുന്നത്. എന്നോ ഭംഗിയാണ് അത് കാണാനായിട്ട്. ആ തോറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ബൈബിള് വായിക്കുമ്പോഴത്തേക്ക് ബൈബിള് വായിച്ചിട്ട് നമ്മുടെ ഈ വിരൽ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ വായിക്കുമല്ലോ അക്ഷരങ്ങൾ. അപ്പോൾ പക്ഷെ ആ വിരൽ പോലും, നമ്മുടെ ആ വിരൽ പോലും ആ ബൈബിളിൽ അവർ സ്പർശിക്കത്തില്ല. അത്രയും കണ്ണിങ്ങായിട്ടാണ് അവർ ആ ബൈബിൾ കൊണ്ടുപോകുന്നത് സൂക്ഷിച്ച്. അതായത് അതിന് പകരം വിരൽ തൊടുന്നതിന് പകരം അവർ വേറെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് കൈയിൻ്റെ രൂപമാണ്, 5 കൈയിൻ്റെ ഒരു ഇതുപോലത്തെ ഒരു പെന്ന് പോലെ നീണ്ടിരിക്കും. ആ ഒരു ഇത് വെച്ചിട്ടാണ് അവരിങ്ങനെ വായിക്കുന്നത്. അവരുടെ കൈ പോലും അതിൽ സ്പർശിക്കുന്നില്ല. അപ്പോൾ എത്ര മഹത്വമാണ് ആ ബൈബിളിന് കൊടുക്കുന്നത്. അവർ എന്ത് ഇതായിട്ടാണ് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതൊരു പ്രത്യേക ഒരു തോറയാണ് കേട്ടോ. അത് കാണാനായിട്ട് ഞാൻ അത് കാണുമ്പോൾ എപ്പോഴും പറയാം, അപ്പോൾ എനിക്ക് പിന്നെ അതുപോലത്തെ തോറ എനിക്ക് വേണം ആബാ. പിന്നെ അതുപോലെ തന്നെ 7 വിളക്കിൻ്റെ ഇത് എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നത് ഉണ്ട്. മെഴുകുതിരി വെച്ച് സ്റ്റാൻഡ് പോലത്തെ 7 ഇതുണ്ട്, 7ൻ്റെ ഉണ്ട്, 9 വരുന്നതുമുണ്ട്. അതിനെല്ലാം ഓരോന്നിനും ഓരോ ഉത്സവമാണ് അവിടെ. ഈ ബൈബിളിലൊക്കെ അത് കൊടുത്തിട്ടുണ്ടത്. ആ ഉത്സവങ്ങളൊക്കെയാണ് നമ്മൾ ആചരിക്കേണ്ടത്, മനസ്സിലായോ? അല്ലാതെ കുറേ പുണ്യാളന്മാരുടെ ഇതും പെരുന്നാൾ അവിടെ മുക്കിന് ഓരോ കൊച്ചു പള്ളികൾ വെച്ചിട്ട് അവിടെ ആചരിക്കുന്നു. എൻ്റെ യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല ഒരു മനുഷ്യനും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൃഷ്ടാവിനെ കുറിച്ച് ആ അപ്പനെയല്ലേ നമ്മൾ വർണ്ണിക്കേണ്ടത്, ആ അപ്പനെയല്ലേ സ്നേഹിക്കേണ്ടത്, ആ അപ്പനെയല്ലേ ആരാധിക്കേണ്ടത്. നിങ്ങൾ എന്തിനാണ് ഈ തെറ്റായ വഴി കൂടെ നിങ്ങൾ പോകുന്നത്? ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. യേശു ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ കൂടെ ഇതൊക്കെ പറയുന്ന യേശുവായാണിത് പറയുന്നത് മറ്റുള്ളവരിൽ കൂടെ. അറിയോ, അതെല്ലാവർക്കും കൊടുക്കില്ല. ചിലവരിൽ ഇത് യേശുവ കണ്ടുവച്ചേക്കും, അവരിൽ കൂടെ ആയിരിക്കും അവർ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്നലെ എൻ്റെ ഷോപ്പിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു വന്ന് എവിടേക്കോ കൊണ്ടെത്തിക്കുവാണ് കേട്ടോ. ലാസ്റ്റിൽ അതിൽ വരും. പിന്നെ ഇന്നലെ ഞാൻ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് 2 പേര് വന്നു.
ഒന്നെൻ്റെ ഫ്രണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൾ വന്നു. അവൾ വേറൊരു ആവശ്യത്തിന് അപ്പുറത്ത് വന്നതാണ്. വന്നപ്പോഴത്തേക്ക് അവൾ വെറുതെ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഞാൻ വെറുതെ വന്നതാണ് അവൾ പറയുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ മോന് ക്ലാസ് ഉള്ളത് കൊണ്ട് രാവിലെ ഞാൻ പോയിരുന്നു. അവൻ എന്നെ കൊണ്ട് ഷോപ്പിൽ ആക്കിയിട്ട് അവൻ ക്ലാസ്സിന് പോയി. അപ്പം ഞാൻ അങ്ങനെ ബൈബിളൊക്കെ വായിച്ചിട്ട് അപ്പനോട് സംസാരിച്ചിട്ട് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾ കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ തലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ നിന്നോട് ചോദിക്കണമെന്ന് തോന്നിയതാ, ഈ തലയിൽ നീ എന്തുവാ ഈ കെട്ടിയിരിക്കുന്നതെന്ന്, ഇതെന്താ? അപ്പം ഞാൻ പറഞ്ഞു ഇതിന് എന്തോ എനിക്കറിയില്ല. ഉടനെ ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് ഇതിനൊരു അർത്ഥമുണ്ടെന്നാണ്. പക്ഷെ ഞാൻ പോലും അറിയുന്നില്ല ഞാൻ ആ വാക്ക് പറയുന്നത്. എൻ്റെ ആബയാണ് അത് എന്നെക്കൊണ്ട് പറയിക്കുന്നത്. ഞാൻ ഉടനെ പറയണം ഇതിനൊരു അർത്ഥമുണ്ട്, അതിനാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചു എന്തർത്ഥമാണ്? ഞാൻ ചോദിച്ചു കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് നമ്മൾ ചോദിക്കണമല്ലോ. ചിലവർക്കത് താല്പര്യം കാണില്ല, ചിലവർക്ക് കേൾക്കാൻ ഇഷ്ടമാണ് യേശുവിനെക്കുറിച്ച്. അപ്പോൾ അവൾക്ക് അങ്ങനെ, പക്ഷെ അവൾ ഹിന്ദുവാണ് അവൾ. അപ്പോൾ അവൾക്ക് യേശുവിനെക്കുറിച്ച് കേൾക്കണം ഭയങ്കര താല്പര്യം, നല്ല ആകാംക്ഷയോടാണ് അവൾ കേട്ടിട്ടിരുന്നത്. അത്രയും മണിക്കൂർ, ഒരു 1.5 മണിക്കൂറെങ്കിലും സംസാരിച്ചു അപ്പനെക്കുറിച്ച്. ഞാനിതുപോലെ എല്ലാം പറഞ്ഞ് അവൾക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തു കുറേ കാര്യങ്ങൾ. അപ്പം അവൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ തലയിൽ കെട്ടുന്ന എന്താണെന്ന് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കൊടുത്തു. ഒത്തിരി പേര് ബൈബിൾ ക്ലാസ് ഷോപ്പിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി ഇതെന്നാ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അത് ചോദിക്കാനായിട്ടാണ് യാബ എൻ്റെ തലയിൽ അത് തന്നത്. പിന്നീട് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോഴും മനസ്സിലായില്ല. പിന്നെ ഓരോരുത്തർ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ആബ എനിക്കിത് കിരീടം തന്നിരിക്കുന്നത് എൻ്റെ തലയിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത്, യഹൂദ മക്കൾ ഇതുപോലെ കല്യാണം കഴിഞ്ഞവരാണ് ഇത് കിട്ടുന്നത് അവിടെ. അപ്പം അതെന്തുകൊണ്ട് എനിക്കായിക്കൂടാ? അപ്പോൾ അവരെന്ത് ചെയ്താലും ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആബ എന്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം എനിക്കും ചെയ്യണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും കെട്ടി. കല്യാണം കഴിക്കാത്ത കുട്ടികൾ കെട്ടത് ഹിന്ദുക്കളുടെ ഇതിൽ സിന്ദൂരം ഇടുമല്ലോ, അതുപോലെ. അപ്പം നമ്മൾ യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കെട്ടി അതിൻ്റെ അർത്ഥം അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി കേട്ടോ. ഓ അതാണോ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് എന്നോടിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്, ഇതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞു. കൊള്ളാം കേട്ടോ. അപ്പോൾ ചിലവർ വിചാരിച്ച എന്നാണെന്നറിയാമോ, ഞാൻ വേറെ മോഡലിനാണ് കെട്ടിയിരിക്കുന്നതെന്ന് വിചാരിച്ചു. ഒരിക്കലുമില്ല. അപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞ് നന്നായിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയാണെങ്കിലും മിനിക്ക് ചേരുന്നുണ്ട്, മുഖത്തിന് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭംഗിക്ക് വേണ്ടി കെട്ടിയതല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിയതാണ്. എൻ്റെ ആബയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കെട്ടിയത്. അപ്പോൾ ഇതിൽ കൂടെ മറ്റുള്ളവരെ അറിയണം, അതായിരിക്കും ആബയുടെ ലക്ഷ്യം, ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനത് കെട്ടി. പുറത്ത് പോകുമ്പോൾ അത് കെട്ടാറുണ്ട്. ഇപ്പോൾ കെട്ടിയില്ല. പുറത്ത് പോകുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ എന്നും കെട്ടിയിട്ടാണ് പോകുന്നത്. ഡിസംബർ ക്രിസ്മസിന് മുന്നേ കെട്ടി തുടങ്ങിയതാണ്. അത് എൻ്റെ ആബയാണ് എനിക്ക് കെട്ടിത്തന്നത്. ഞാൻ കുറേ ശ്രമിച്ചു ശബത്തിൻ്റെ തലേന്ന് ഇത് കെട്ടാനായിട്ട്. യഹൂദ മക്കളിത് കെട്ടുന്ന കണ്ടായിരുന്നു. അപ്പോൾ കുറേ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. പിറ്റേ ദിവസം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കണ്ടോ പറഞ്ഞെന്ന് തോന്നുന്നു ഇടയ്ക്ക്. അപ്പോൾ എൻ്റെ ആബയാണ് ശബത്തിൻ്റെ അന്ന് ഞാനിങ്ങനെ ഷോപ്പിൽ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് വെള്ളിയാഴ്ച എൻ്റെ ആബയാണ് ഇതെനിക്ക് എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി കേട്ടോ. ഇത് എങ്ങനെ ആവാ ഇത് കെട്ടിയത്? അന്ന് മുതൽ പിന്നെ എനിക്ക് തന്നെ അറിയില്ല. എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഞാനത് അവർ കെട്ടുന്ന പോലെ കറക്റ്റ് പൊസിഷനിൽ കെട്ടി വരുവാണ്. പല രീതിയിലും കെട്ടും കേട്ടോ, പല മോഡലിലും അവർ കെട്ടും. അവർ കെട്ടുന്ന എന്നാ ഭംഗിയാണ് ആ ഷോളിനൊക്കെ. അവരെന്തൊക്കെ ഡെക്കറേഷൻ അതിൽ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? സത്യം പറഞ്ഞാൽ അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അത് അവർ കെട്ടുന്ന സമയത്തും കാരണം അവർ സുന്ദരന്മാരുമാണ്. അപ്പൻ്റെ മക്കളല്ലേ, അപ്പോൾ ആ വംശത്തിലല്ലേ ആ യേശുവ ജനിച്ച് വളർന്നത്. അപ്പോൾ അവർ കഴിഞ്ഞേ ഉള്ളൂ നമ്മളൊക്കെ ജാതികളാണ്. അപ്പോൾ ഇതൊക്കെ റീനയാണ് ഇത്രയും വിവരിച്ചൊക്കെ തരുന്നത്, മനസ്സിലായോ? ഒത്തിരിയും കാര്യങ്ങൾ അറിയാനുണ്ട്. ഒന്നും അറിയില്ല. നമുക്ക് ആഴത്തിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ആബേനെ രുചിച്ചറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിക്കും, വീഴാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു ശക്തി വന്ന് എന്നെ ഇങ്ങനെ പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നും. പക്ഷെ ഞാൻ വീഴില്ല. ആ വീഴേണ്ട സിറ്റുവേഷനാണ് ഞാൻ അങ്ങനെ പോകുന്നത്. പക്ഷേ എന്നെ ബാക്കിൽ നിന്ന് ആരോ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത് പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടാവാറുണ്ട്. അതെൻ്റെ യേശുവായാണ്. എൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉണ്ട്.
കരുതലോടെയാണ് പൊന്നു പോലെ കൊണ്ടുപോകണം. അതുകൊണ്ട് കിടക്കയിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലോ പല രോഗത്താൽ ബുദ്ധിമുട്ടുന്ന വരുന്ന ഒത്തിരിയും പേരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഓരോരുത്തരുടെ ജീവിതവും ഈ ക്യാൻസർ എന്ന് പറയുന്ന മഹാവ്യാധി അത് ഇന്ന് പടർന്ന് പിടിച്ചിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ. അത് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ എന്തൊക്കെയോ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ അവർക്കൊക്കെ ഞാൻ അപ്പം തന്നെ ഇത് കാണുമ്പോൾ ആബയോട് അപ്പോഴേ തന്നെ ഞാൻ പറയാം, ആബ അവർക്ക് നല്ല സുഖം കൊടുക്കണേ, അവരുടെ വേദന കുറച്ച് കൊടുക്കണേ. ആ നിമിഷം ഞാനിരുന്ന് പറയും എൻ്റെ ആബയോട്. എന്നെ ഞാൻ ശബത്ത് വീട്ടിൽ കൂടുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച ദിവസം മുന്തിരിയും ബന്നോ ബ്രെഡോ എന്തെങ്കിലും ഒരുക്കി വെച്ച് മേശപ്പുറത്ത് വെച്ച് എല്ലാം ഡെക്കറേഷനൊക്കെ ചെയ്ത് ഫ്ലവറൊക്കെ വെച്ച് അലങ്കരിക്കുക. നമ്മൾ അപ്പൻ്റെ മേശ അലങ്കരിച്ച് മെഴുകുതിരി, എനിക്ക് അതുപോലത്തെ ക്യാൻഡിൽ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഇവിടങ്ങളിൽ പലരിടത്തും പറഞ്ഞായിരുന്നു, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒത്തിരി പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിൽ വരുന്നവരടുത്ത് കുറേ പേരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ എനിക്കൊന്ന് എത്തിച്ച് തരാമോ, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് അവിടുത്തെ ഇത് കത്തിക്കുന്ന ക്യാൻഡിൽ, പിന്നെ ഇത് എന്തുണ്ടല്ലോ ഈ തോറ, പിന്നെ ഈ കാഹളം ഊതുന്ന ഇതുണ്ടല്ലോ, കാഹളം ഊതുന്ന ഈ ആടിൻ്റെ കൊമ്പുണ്ട്. അപ്പോൾ അത് റീന ഒരിക്കൽ കാണിച്ചായിരുന്നു, അവളുടെ ഇരുന്നായിരുന്നു അത്. അപ്പം കാഹള ഊതുന്ന, അതായത് ആടിൻ്റെ കൊമ്പ് ഈ യഹൂദന്മാർ അത് വെച്ചിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും. ആടിൻ്റെ കൊമ്പ് അറിയാമല്ലോ, ഒറിജിനൽ. അത് വെച്ചിട്ടാണ് ആകാശം നോക്കി ഈ യഹൂദന്മാർ ഇങ്ങനെ ഇത് അതൊരു പ്രത്യേക ഊതലാണ് കേട്ടോ. അത് എന്നുവെച്ചാൽ അത് ബൈബിളിലുണ്ട്, സ്വർഗത്തിൽ നോക്കി കാഹളം ഊതുന്നത്. അപ്പോൾ സ്വർഗം തുറക്കുമെന്നാണ് പറയുന്നത്. ആ സമയത്ത് ദൂതന്മാരിങ്ങനെ ചെവികോർത്ത് നിൽക്കും, എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, മനസ്സിലായോ? അപ്പോൾ അതെനിക്ക് വാങ്ങിക്കണം. പിന്നെ യഹൂദ കലണ്ടറുണ്ട്, യേശുവിൻ്റെ സൃഷ്ടി കലണ്ടറുണ്ട്, യേശുവ സൃഷ്ടിച്ച ദിവസം ഒക്കെ ഉണ്ട്. നമ്മൾ മനുഷ്യൻ സൃഷ്ടിച്ച കലണ്ടറാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ കലണ്ടർ. പിന്നെ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ എനിക്ക് അവിടുത്തത് ആ ഒറിജിനൽ നാച്ചുറലായിട്ടുള്ള അവരുപയോഗിക്കുന്ന പോലെ എനിക്കും ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നത് ചെറിയ ഇവിടത്തു നിന്ന് വാങ്ങിച്ച ആ ഒരു ഇതൊക്കെ എനിക്കുള്ളൂ. പക്ഷെ അതുപോലെ ഞാൻ ആ മനസ്സിൽ എന്താഗ്രഹിക്കുന്നു എൻ്റെ ആ ഭാഗം എനിക്ക് സാധിച്ചു തരും കേട്ടോ. ഏതെങ്കിലും വഴി കൂടെ എനിക്കത് ഭയങ്കര വിശ്വാസമാണ്. അത് എന്ന് വെച്ചാൽ എനിക്ക് അനുഭവമാണ്. ഞാൻ എന്ത് മനസ്സിൽ ചിന്തിച്ചാലും പറഞ്ഞാലും, ചിന്തിച്ചാൽ മതി അപ്പോഴിതാകും, പറഞ്ഞാലും മതി, ഒപ്പം എനിക്ക് സാധിച്ചു തരും. ഇന്നല്ലെങ്കിൽ നാളെ ആയിരുന്നാലും. അതെനിക്ക് എന്തോരം കാര്യങ്ങൾ എൻ്റെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടെന്നറിയാമോ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് വിവരിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾ, കിടപ്പ് രോഗികൾ, വർഷങ്ങൾ കൊണ്ട് കിടക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. അവിടെ നിന്നൊക്കെ യേശുവായിനെ പിടിക്കുക, പ്രാർത്ഥിക്കുക. അപ്പം എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേൽക്കണം, എനിക്ക് നടക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുക, പറയുക, പ്രാർത്ഥിക്കേണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ആവ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളെ സഹായിക്കാനായിട്ട്, മനസ്സിലായോ? അപ്പം ആരും വിഷമിക്കരുത്, നിങ്ങളുടെ രോഗങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. യേശുവായിൻ്റെ സൃഷ്ടിയിൽ ഏത് രോഗത്തിനും ഇവിടെ മരുന്നുണ്ട്. യേശുവായിൻ്റെ എല്ലാം സൃഷ്ടിച്ചിട്ടാണ് യേശുവ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. പക്ഷേ എന്തോ ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി ഇരിക്കുവാണ്, അതെന്താണെന്നറിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടൈം എന്നായെന്നറിയില്ല. ഉപ്പുമാവ് റെഡിയായി. ഇപ്പോൾ മോൻ വരും കഴിക്കാനായിട്ട്. അവൻ രാവിലെ ഇപ്പോൾ ഷോപ്പിൽ പോയി, ക്ലാസ്സില്ല. അപ്പോൾ അവൻ ഇപ്പോൾ വരും കഴിക്കാനായിട്ട്. അപ്പം ഞാൻ കുറേശ്ശെ പറയാം കേട്ടോ, കാരണം വീഡിയോസ് ഒരുപാട് നീണ്ടു പോകുന്നു. അപ്പം കുറേശ്ശെ ഇതുപോലെ വരുമ്പോഴത്തേക്ക് കുറേശ്ശെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ ആ സമയത്തൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം ഈ ഡിസംബറിലാണ് എൻ്റെ കല്യാണം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ഡിസംബർ 15-ാം തീയതി, അപ്പോൾ ഒരു വർഷം എൻ്റേതാവുന്നു. പിറ്റേ ഡിസംബർ 15-ാം തീയതി എൻ്റെ അമ്മ മരിക്കുന്നു. പെട്ടെന്ന് നല്ല ആരോഗ്യത്തോടെ ഇരുന്നതാണ്, നല്ല ചെറുപ്പമായിരുന്നു, 45 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക്. പെട്ടെന്ന് അമ്മ വയ്യാണ്ടായി. അങ്ങനെ നോക്കിയപ്പോഴത്തെ പക്ഷേ അമ്മയ്ക്ക് ആദ്യമൊക്കെ
പിന്നെ ഇത് തലവേദന ഇടയ്ക്കൊക്കെ പണ്ട് വരുമായിരുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ, ആ സമയത്തൊക്കെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന വരുമായിരുന്നു. മൂക്കൊലിപ്പും തലവേദന എപ്പോഴും ഉണ്ട്. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, വിക്സാഷൻ്റെ ഗുളിക മേടിച്ച് അപ്പോൾ തന്നെ കഴിച്ച് ഹോസ്പിറ്റലിൽ വിളിച്ചാൽ വരികയില്ല. പിന്നെ ഞാൻ ദേഷ്യം കാണിക്കും. അപ്പോഴും പിന്നെ അമ്മ ഒന്നുകിൽ പോവും, ഇല്ലെങ്കിൽ നമ്മൾ കൂടെ വിളിച്ചിട്ട് പോവും. അപ്പോൾ അത് ഇങ്ങനെ അമ്മ വച്ചിരുന്ന് ആരുടെ പറയാതെ ഇത് കൊണ്ടു നടന്നു. അതങ്ങ് വല്ലാണ്ടായി. പിന്നീട് അത് ഡോക്ടർ പറയുന്നത് അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമറായിരുന്നു തലച്ചോറിൽ. അത് വർഷങ്ങളായി അത് ഉണ്ടായിരുന്നിട്ട്. പക്ഷെ തുടക്കത്തിലേ അത് അമ്മ അത് പറഞ്ഞിരുന്നുവെങ്കിൽ, ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നുവെങ്കിൽ എൻ്റെ അമ്മ ഇന്ന് ജീവനോടെ എൻ്റെ കൂടെ ഈ നിമിഷം ഉണ്ടായിരുന്നേനെ. പക്ഷെ അമ്മ അത് കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അതും വെച്ചാണ് അമ്മ കൂലിപ്പണിക്കൊക്കെ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊന്നും പറയില്ല കേട്ടോ. വയ്യെങ്കിലും പോവും കേട്ടോ. എന്നുവെച്ചാൽ വേറെ അന്നത്തെ കാലത്ത് നിവൃത്തിയില്ല ജീവിക്കാൻ. അമ്മ കൂലിപ്പണിക്ക് പോയിട്ട് വന്നിട്ടാണ് പിന്നെ ചോറൊക്കെ വയ്ക്കുന്നതും. പിന്നെ അമ്മ രാവിലെ, സത്യം പറഞ്ഞാൽ കൂടെ ജോലി ചെയ്യുന്നവരാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, അമ്മ രാവിലെ പോകുമ്പോൾ പഴങ്കഞ്ഞി ഒരു പാത്രത്തിലെടുക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. പഴങ്കഞ്ഞി ഒരു പാത്രത്തിലെടുത്ത് ചെറിയ ഉള്ളി പൊളിച്ച് അതിനകത്തിട്ട് പച്ചമുളക് ഇട്ട് ഉപ്പും ഇട്ടിട്ട് കൊണ്ടുപോകും. കറിയൊന്നും ഉണ്ടാവില്ല. എൻ്റെ അമ്മ കൊണ്ടുപോയിട്ട് കഴിക്കും. അപ്പം എല്ലാവരും രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ കാപ്പി കുടിക്കാൻ പോകും. അപ്പോൾ അമ്മേനെ വിളിക്കും. അപ്പോൾ അമ്മ പറയും വേണ്ടാന്ന്. പിന്നെ ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവും. ചിലവർ കൊണ്ടുവരും, ചിലവർ പുറത്ത് ഹോട്ടലിൽ കഴിക്കാം. അപ്പോൾ അമ്മ ചില സമയത്ത് ഈ ഒരു കഞ്ഞിയാണ് ആ ഒരു നേരം, രാവിലെ ഒന്നും കഴിക്കില്ല, ആ ഒരു നേരം അമ്മ കഞ്ഞി കുടിക്കുന്നത്. ഈ പൈസ ലാഭിച്ചാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ചോറ് വെച്ച് ഞങ്ങൾക്ക് തരുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഞാൻ എന്നും ഇങ്ങനെ ഓർക്കാറുണ്ട്. എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയത്. പക്ഷെ പോയപ്പോൾ ഞാൻ ഇങ്ങനെയായി. മനസ്സിലായോ? എല്ലാത്തിനും യേശുവായിക്കൊരു പദ്ധതി ഉണ്ടല്ലോ, അതനുസരിച്ചല്ലേ മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷെ അവിടെ ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഇവിടെ ആയിരുന്നുവെങ്കിൽ ഈ ലക്ഷങ്ങൾ മുടക്കാനൊന്നും നമുക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് അങ്ങനെ സംഭവിക്കണമെന്ന് ഇപ്പം അവിടെ പോയത് കൊണ്ടല്ല. പലരും പറയുന്നത് അവിടെ പോയത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇല്ല, നമുക്ക് തലയിൽ എന്താണ് നമുക്ക് ഇതായിട്ടുണ്ടോ അത് എവിടെ ഇരുന്നാലും, ഇപ്പം ഇവിടെ ഇരുന്നാലും അവിടെ ഇരുന്നാലും സംഭവിക്കും. അതാ സമയമാണ്. അതിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ആണ്. അപ്പോൾ അതിന് ശേഷമാണ് എൻ്റെ അമ്മ പിറ്റേ വർഷം എൻ്റെ അമ്മ മരിക്കുന്നത്. 45 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വല്ലാത്തൊരു ഷോക്കായിപ്പോയി. എൻ്റെ അമ്മയായിരുന്നു എൻ്റെ ഒരു ശക്തി, എൻ്റെ വലത് ചിറക് എൻ്റെ അമ്മയായിരുന്നു. അപ്പം യേശുവായിക്ക് അത് മുന്നമേ അറിയാമായിരുന്നു എൻ്റെ അമ്മ പോകും എന്ന് അറിയാവുന്നത് കൊണ്ട് എന്നെ ഒറ്റയ്ക്കാക്കിയില്ല എൻ്റെ യേശുവ. അവിടെ എൻ്റെ യേശുവിൻ്റെ കരം നോക്കണേ. എൻ്റെ അമ്മ എപ്പോഴും പറയും, എൻ്റെ അടുത്ത് പറയും, മോളെ ഞാനിരുന്നത് പോലെ മരിച്ചു പോയാൽ നിന്നെ ആര് നോക്കും, നിൻ്റെ കാര്യം. എന്നെക്കുറിച്ചാണ് എപ്പോഴും സങ്കടം. പലരോടും പറയുന്നത് കേട്ടിട്ട് പോയി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ. പക്ഷേ എന്നോട് എല്ലാവരും പറയാറുണ്ട്, പുറത്ത് വെച്ച് കാണുമ്പോൾ ഇപ്പോഴും ഒക്കെ ഷോപ്പിൽ വരുമ്പോൾ പറയാറുണ്ട്, അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു, എപ്പോഴും നിന്നെക്കുറിച്ചായിരുന്നു ചിന്ത. ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ എൻ്റെ മോൾ നോക്കാം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പം അതെൻ്റെ യേശുവായിക്ക് അറിയായിരുന്നു മുന്നമേ അത്. അപ്പോൾ ഞാൻ അപ്പോഴേ അമ്മ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ, അമ്മ അങ്ങനെയൊന്നും പറയണ്ട, പിന്നെ അമ്മയില്ലെങ്കിൽ പിന്നെ അന്നേ ഒരു മനസ്സിലൊരു ഇതെടുത്തായിരുന്നു. എന്നാന്നറിയുമോ, എനിക്കിങ്ങനെ ആക്സിഡൻ്റ് ആയപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ, നല്ല പ്രായത്തായിരുന്നല്ലോ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കുഴിച്ചു മൂടി. ഇനി എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ല എന്ന് ഡോക്ടർ വരെ പറഞ്ഞു, ജീവിതം ഉണ്ടാവില്ല, എഴുന്നേൽക്കില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതൊക്കെ വിട്ടു. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ അങ്ങനെ പറയണ്ട, അമ്മ ഇല്ലാണ്ടായാൽ ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിൽ എത്തിപ്പോവും, ഞാൻ ആർക്കും ഒരു ബാധ്യതയാവത്തില്ല. അങ്ങനെ എനിക്കിഷ്ടമല്ല. ഇന്നും അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ. എനിക്ക് ആർക്കും ഒരു ഭാരമാവുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ ഞാനങ്ങനെ എൻ്റെ അമ്മ ഇല്ലാണ്ടായാൽ ഞാൻ അപ്പോൾ അനാഥാലയത്തിൽ പോകുമെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല, എൻ്റെ ജീവൻ ഒടുക്കില്ല. കാരണം എൻ്റെ ജീവൻ യേശുവായിട്ടുള്ളതാണ്.
യേശു തന്ന ആ ശ്വാസമാണ് എൻ്റെ ജീവൻ ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ അത് എടുക്കേണ്ട അവകാശം എനിക്കില്ല. അല്ലെങ്കിൽ ഞാൻ പണ്ടേ എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ പണ്ടേ മനുഷ്യരോ എന്തോന്ന് ജീവിതം, മരിച്ചാൽ മതി എന്ന് മരിച്ചതിന് തുല്യമാണ്. പക്ഷേ ഞാനതങ്ങനെ ചെയ്തില്ല. കാരണം എൻ്റെ ആബയ്ക്കുള്ളതാണ് ആ ജീവൻ, എൻ്റെ അവകാശം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഞാൻ പറയുവാണ്, ഒരിക്കലും നിങ്ങൾ എന്ത് വിഷമം ജീവിതത്തിൽ വന്നാലും, എന്തൊക്കെ ഇത് വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കുക, നമ്മളെ ജീവൻ നഷ്ടപ്പെടുത്തരുത്. അതേ ആ യേശുവായിക്കുള്ള അവകാശമുള്ളതാണ്, നമുക്ക് അവകാശമുള്ളതല്ല. നമ്മൾ ഭൂമിയിൽ നമ്മുടെ ആയുസ് എത്രയുണ്ടോ അതുവരെ നമ്മൾ ജീവിച്ചിരുന്നേ പറ്റുള്ളൂ. യേശുവായിക്കൊരു പദ്ധതിയുണ്ട്. ഓരോരുത്തരെ ഭൂമിയിൽ വിടുമ്പോഴത്തേക്ക് അവർക്ക് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നീ ഇന്നത് ഭൂമിയിൽ ചെയ്യും. നമ്മളവിടെ പോകുമ്പോഴും നമ്മളോട് ചോദിക്കും, ന്യായവിധിയിൽ അവിടെ ഒരു ന്യായവിധിയുണ്ട് കേട്ടോ. ചിലവർ ചിന്തിച്ചിരിക്കുന്നത് സ്വർഗവും നരകവും ഒക്കെ ഇവിടെയാണെന്നാണ്. ഇനി അവിടെ പോയാൽ നേരെ അങ്ങ് സ്വർഗത്തിലോട്ട് ഇതാക്കും എന്നുള്ള ഒരു ഇതാണ് ചിലവരുടേത്. പക്ഷേ അവിടെ ഒരു ന്യായവിധിയുണ്ട്. നമ്മൾ ഭൂമിയിൽ എന്തൊക്കെ നമ്മൾ ഇപ്പം ചീത്തയാവട്ടെ നല്ലതാവട്ടെ എന്ത് ചെയ്താലും അവിടെ പോകുമ്പോൾ ന്യായവിധിയിൽ ഒരു ഇതുണ്ട്. നമ്മളോട് ചോദിക്കും, നീ ഭൂമിയിൽ പോയിട്ട് നീ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കും. നമ്മൾ ഭൂമിയിൽ എന്തൊക്കെ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതെല്ലാം യേശുവായിൻ്റെ പക്കൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ലതാണ് ചെയ്തതെങ്കിൽ നമുക്കത് നല്ലത് മാറ്റി വെച്ചിട്ടുണ്ട്. ദോഷമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൻ്റെതായ ശിക്ഷയുണ്ട്. അപ്പം നമുക്ക് അവിടെ പോകുമ്പോൾ നമ്മളോടത്ത് ചോദിക്കാതെ ഒന്നും ഇരിക്കില്ല, എന്ത് ചെയ്തു എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവണം. നമ്മുടെ തല കുനിഞ്ഞ് നിൽക്കാൻ പാടില്ല. ഓക്കെ. അപ്പം ഇപ്പം റീനയ്ക്കും പറയാം, അല്ലെങ്കിൽ എനിക്ക് അറിവുള്ളത് റീന പറഞ്ഞു കൊടുക്കുന്നു, എനിക്ക് അറിവുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ചില മനുഷ്യർ മറ്റുള്ളവരെ സഹായിക്കുന്നു, അതൊക്കെ പുണ്യകർമ്മമാണ്. നമ്മൾ പണം ഉണ്ടാക്കി ശേഖരിച്ച് വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതൊക്കെ നമ്മൾ ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കുക, അവരെ സഹായിക്കുക, അതൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. മനസ്സിലായോ? യേശു അതാ പറയുന്നത്, ഇല്ലാത്തവരെ സഹായിക്കുക, വിധവകളിനെ സഹായിക്കുക. വിധവകളിനെ ഒന്നും പറയാൻ പാടില്ല കേട്ടോ, ഭർത്താക്കന്മാർ മരിച്ച പെണ്ണുങ്ങളെ. അവരെ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവായിക്ക് സഹിക്കില്ല അനാഥരെയും. എന്നുവെച്ചാൽ അവരെ ഭയങ്കരമായിട്ട് കരുതലോടെ സ്നേഹിക്കുകയും നോക്കുന്നത് യേശുവായാണ്. എന്നുവെച്ചാൽ അവരുടെ കണ്ണൊന്ന് നിറഞ്ഞ വിധവകളുടെ കണ്ണൊന്ന് നിറഞ്ഞ യേശുവ സഹിക്കില്ല. അത്രയും പ്രാധാന്യം ആ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് അവരെക്കുറിച്ച്. അറിഞ്ഞുകൂടെങ്കിൽ ഇത് നിങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അവരോട് മാപ്പ് ചോദിക്കുക. ഓക്കെ. അവരൊന്നും പറയാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും ഒരു സഹായം നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളത് ആത്മാർത്ഥതയോടെ ഉണ്ടെങ്കിൽ കൊടുക്കുക കേട്ടോ, വിധവകൾക്കും അനാഥർക്കും. എൻ്റെ കടയിൽ വീട്ടിലായാലും ഷോപ്പിലായാലും ഭിക്ഷക്കാർ വരും കേട്ടോ, ഒത്തിരിയും പേര് വരും. പക്ഷേ വരുന്നവരെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണ്, അവർക്ക് ഒരു കുഴപ്പവും. പക്ഷേ ദൈവം പറയുന്നുണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട്, പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാമെന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്ന്. അതായത് അർഹത ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ചെയ്യാവുള്ളെന്നാണ് അതിൻ്റെ ഇത്. അതായത് ഇപ്പം ജോലി ചെയ്യാൻ അവർക്ക് ആരോഗ്യമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് അസുഖമായിരിക്കും, ഇല്ലെങ്കിൽ ഒരു കയ്യോ കാലോ അവർക്ക് നടക്കാൻ മേല, അല്ലെങ്കിൽ ഇഴഞ്ഞായിരിക്കും പോണത്, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല, അങ്ങനെയൊക്കെ ചെവി കേൾക്കില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്, സഹായിക്കേണ്ടത്. അവർക്കാണ് അർഹതയുള്ളത്. അല്ലാതെ ആരോഗ്യമുള്ളവർക്കല്ല നമ്മൾ കൊടുക്കേണ്ടത് ഭിക്ഷ കൊടുക്കേണ്ടത്. വരുന്നത് അത്ര ആരോഗ്യമുള്ള, ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയും, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടല്ലോ. അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ അപ്പുറത്ത് പോയി വാങ്ങിക്കും, ഇപ്പുറത്ത് പോയി വാങ്ങിക്കും, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാ. മോനെ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുക. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും, ആണുങ്ങളൊക്കെ വരും, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്ന് ചോദിക്കും. എന്തിനാണ് നിങ്ങളിങ്ങനെ നടക്കുന്നത് എന്ന് ഞാൻ വഴക്ക് പറയും അവരെ കേട്ടോ. എന്നുവെച്ചാൽ കൊടുക്കാൻ മടിയായിട്ടല്ല, അതങ്ങനെ ഇതിലോട്ട് അങ്ങ് ആയിപ്പോവും. അവർക്ക് ജോലി ആരോഗ്യമുണ്ടല്ലോ, അവർ ജോലി ചെയ്ത് ജീവിക്കട്ടെ. 10-80 വയസ്സായ അപ്പൂപ്പന്മാർ ജോലി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ ആരോഗ്യം ഉള്ള കാലം വരെ ആരെ ആശ്രയിക്കാതെ നമ്മൾ ജീവിക്കുക, ആരെയും ബുദ്ധിമുട്ടിക്കാതെ. അപ്പം ഞാൻ പറഞ്ഞ്, ഞാനൊരു കാല് വയ്യാത്ത ഒരാളാണ്, ഞാനിവിടെ കടയിൽ വന്നിരിക്കുന്ന 1 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാല് വയ്യാതെ രാവിലെ മുതൽ രാത്രി 10 മണി വരെ ഇരിക്കുന്നത്.
അപ്പം നിങ്ങൾക്ക് ആരോഗ്യമുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് നടന്നു പോകേണ്ട, എനിക്ക് അതുപോലെ നടക്കാൻ പറ്റില്ല, അപ്പം നിങ്ങൾക്ക് നടന്നു പോയി ജോലി ചെയ്യേണ്ട ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. ഞാൻ കൊടുക്കില്ല കേട്ടോ പൈസ. എന്നെ ചിലപ്പോഴൊക്കെ അവർ പറഞ്ഞിട്ട് പോകണമെന്ന് എന്നെ. എനിക്കതിലൊരു കാര്യവുമില്ല. കാരണം നമ്മൾ അർഹത ഉള്ളവർക്ക് കൊടുക്കണം. അങ്ങനെ വരുന്ന ഒത്തിരി പേരുണ്ട്, അങ്ങനെ ഉള്ളവർക്ക് കൊടുക്കും. പിന്നെ അനാഥാലയങ്ങൾ അവർ വരും, അവർക്ക് കൊടുക്കും. അവർക്കൊക്കെ ഭക്ഷണങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കണ്ടേ, അതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മളെപ്പോലെ ഉള്ളവരൊക്കെയാണ് അവർക്ക് ആഹാരം വെച്ച് കൊടുക്കാൻ, അവർക്ക് കൊടുക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ കുറേശ്ശെ ഇതുപോലെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വരും കഴിക്കാനായിട്ട്. അത് മാത്രമല്ല വീഡിയോ നീണ്ടു പോകും. അപ്പോൾ ഒത്തിരി ടൈം ആയെന്ന് തോന്നുന്നു. ടൈം എത്രയായെന്ന് അറിയില്ല, ഒന്ന് നോക്കട്ടെ. 11 മണിയായി കേട്ടോ. അപ്പം നമ്മുടെ ഉപ്പുമാവ് നോക്കട്ടെ, തണുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല തണുത്ത്. ഇനി നന്നായിട്ട് നല്ല ഇളക്കി കൊടുക്കുക, നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഇതായിട്ട് നല്ല ഇതള് പോലെ ഇങ്ങനെ കിടക്കും. തണുത്ത് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, തണുത്ത് കഴിക്കാനും നല്ലതാണ്. ഓക്കെ, അപ്പം ഇതിൽ കുറച്ച് എടുക്കാം. ഞാനിത് രാവിലെ ഒന്നും കഴിക്കില്ല. ബീട്രൂട്ട് ജ്യൂസും ഇതൊക്കെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി കാണിക്കാനായിട്ട്, ടേസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് തേങ്ങ ഇടാം. ഇതാ ഞാൻ പറഞ്ഞ തേങ്ങ. തേങ്ങ ചിലവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട, വെറുതെ കഴിച്ചാലും മതി പഞ്ചസാര ഇട്ടിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങ ഇങ്ങനെ വിതറിയിട്ടിട്ട് കഴിക്കുക. ഇത് മോനാ ചുരണ്ടി തരുന്ന കേട്ടോ. ഫ്രീസറിൽ വയ്ക്കും ചുരണ്ടിയിട്ട്. എനിക്ക് തന്നെ താഴെ ഇരുന്ന് ചുരണ്ടാൻ വയ്യ, പാവം. അപ്പോൾ മോനാണ് കുറേ നാളുകൊണ്ട് ചുരണ്ടി തരുന്നത്. ലേശം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കുക. ഓക്കെ, കൈവച്ച് വേണമെങ്കിലും. കണ്ടോ, ഇഷ്ടമായോ? ഇതാണ് സേമിയ ഉപ്പുമാവ്. ഇനി ഞാനൊരു ദിവസം ക്യാരറ്റും സേമിയയും വെച്ച് ഉപ്പുമാവ് കാണിക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അവർക്ക് സ്കൂളിൽ വേണമെങ്കിലും ഇപ്പോൾ ചോറ് വെച്ച് വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മമാർക്ക് ഇത് തന്നെ കൊടുത്ത് ലഞ്ച് ബോക്സിൽ വിടാം. ഉച്ചയ്ക്ക് അവർക്ക് ഒരിഷ്ടത്തോടെ കഴിക്കും. എളുപ്പമാണ്, ഇത് ചെയ്യാനും എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. ഓക്കെ, അപ്പം തേങ്ങ വേണ്ടാത്തവർക്ക് തേങ്ങ ഇട്ട് കഴിക്കണ്ട. പഞ്ചസാര വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഓക്കെ, അപ്പം ഇതൊന്ന് കഴിക്കട്ടെ. ഭയങ്കര ചൂട് കേട്ടോ, ഭയങ്കര ചൂടാണ്. രാവിലെ ആയപ്പോൾ തന്നെ നല്ല ചൂടുണ്ട്, സഹിക്കാൻ വയ്യ. ഷോപ്പിൽ നല്ല ചൂടായിരിക്കാൻ പറ്റുന്നില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കുറേ നാളായി ഇവിടെ ഉണ്ടാക്കിയിട്ട്. മുമ്പൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. കുറേ നാളായി ഇപ്പോൾ ഉണ്ടാക്കിയിട്ട്. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ അവർ വൈകിട്ടായിരുന്നാലും അവർ കഴിക്കും കേട്ടോ. എല്ലാവരും കഴിക്കും, വീട്ടിലുള്ളവർ. അപ്പം ഒന്നിൽ സ്പൂണ് വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ കൈ വെച്ച് വേണമെങ്കിലും കഴിക്കാം, ഇല്ലെങ്കിൽ സ്പൂൺ വെച്ച് കോരി കഴിക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളുണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം ഇനി ഞാൻ നാളെ അടുത്ത ഇതിന് വരുന്നതായിരിക്കും. അപ്പം അതുവരെ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ബാക്കി നാളെ പറയാം. ഓക്കെ, കുറേശ്ശെ എന്തെങ്കിലും കുക്കിംഗ് ആയിട്ട് വന്ന് അതിൻ്റെ കൂട്ടത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണോ അതോ മടുപ്പ് തോന്നിയോ?
എന്തായിരുന്നാലും കമൻറ്റിൽ വന്ന് പറയണേ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നെ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ നമുക്ക് കാണാം. ബൈ.